Today, first of all, we are going to discuss about Ohm's law. നമുക്ക് ആദ്യമായി ഓമിക് കണ്ടക്ടേഴ്സ് എന്താണെന്ന് നോക്കാം. A conductor which obeys Ohm's law is called an ohmic conductor. മെറ്റൽസ് ഓമിക് കണ്ടക്ടേഴ്സിന് ബെസ്റ്റ് എക്സാമ്പിളാണ്. ഒരു ഓമിക് കണ്ടക്ടറിൻ്റെ വോൾട്ടേജ് കറണ്ട് ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അതാണ് നമ്മളിവിടെ ഫിഗറിൽ കാണുന്നത്. വോൾട്ടേജും കറൻറ്റും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ടാണ് നമുക്കിതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടുന്നത്. എ കണ്ടക്ടർ വിച്ച് ഡസ് നോട്ട് ഒബേ ഓംസ് ലോ ഈസ് കോൾഡ് നോൺ ഓമിക് കണ്ടക്ടേഴ്സ്. ഡയോഡ്, ട്രാൻസിസ്റ്റേഴ്സ്, ഇലക്ട്രോലൈറ്റ്സ് ഇവയെല്ലാം തന്നെ ഓംസ് ലോ ഒബേ ചെയ്യാത്ത കണ്ടക്ടേഴ്സാണ്. ഇവയെല്ലാം നമുക്ക് പരിചിതമാണ്. ഓംസ് ലോ ഒബേ ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും ഇവയെല്ലാം കണ്ടക്ടേഴ്സ് തന്നെയാണ്. ഇവയുടെ വി ഐ ഗ്രാഫ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ വി ഐ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കുകയില്ല. കാരണം വോൾട്ടേജും കറൻറ്റും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കില്ലല്ലോ ഓംസ് ലോ ഒബേ ചെയ്യാത്തതുകൊണ്ട്. പക്ഷേ ഒരു ഡയോഡിൻ്റെ കേസിലുള്ള ഒരു വി ഐ ഗ്രാഫ് നമുക്ക് ഈ ഫിഗറിൽ കാണാം. ഈസ് ആസ് എ ഷോൺ ഇൻ ഫിഗർ. വി ഐ ഗ്രാഫ് ഓഫ് എ നോൺ ഓമിക് കണ്ടക്ടർ, ദാറ്റ് ഈസ് എ ഡയോഡിൻ്റെ വി ഐ ഗ്രാഫാണ് നമ്മൾ ഫിഗറിൽ കാണുന്നത്. ഇവിടെ മില്ലി ആംപിയറും വോൾട്ടുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പരിചയപ്പെടുന്നത് ഓംസ് ലോയുടെ എക്സ്പെരിമെൻ്റൽ സ്റ്റഡിക്കുള്ളൊരു സർക്യൂട്ട് ഡയഗ്രമാണ്. ഇവിടെ ഒരു വോൾട്ട് മീറ്റർ ഉണ്ട്, അമ്മീറ്റർ ഉണ്ട്, സെല്ല് കൊടുത്തിട്ടുണ്ട്, കീ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അധികം പരിചയമില്ലാത്തൊരു റിയോസ്റ്റാറ്റ് കൂടെ കൊടുത്തിട്ടുണ്ട്. റിയോസ്റ്റാറ്റ് നീക്കുന്നതിനനുസരിച്ച് അമ്മീറ്ററിലും വോൾട്ട് മീറ്ററിലും വരുന്ന റീഡിങ്സ് എടുത്തിട്ടാണ് നമ്മളിവിടെ ഓംസ് ലോ സ്റ്റഡി ചെയ്യുന്നത്. അങ്ങനെയാണ് ഓംസ് ലോയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഓരോ കേസിലും വിയും ഐയും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ഓംസ് ലോയുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ലിമിറ്റേഷനായിട്ട് നമ്മൾ കാണുന്നത് ദ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ ഡിപ്പെൻഡ്സ് ഓൺ ദ സൈൻ ഓഫ് വി എന്നുള്ളതാണ്. വി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഐ എന്നാണ് നമ്മൾ ഓംസ് ലോ, അക്കോർഡിംഗ് ടു ഓംസ് ലോ നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ നമ്മൾ തിരിച്ചറിയുന്നു ഇത് വിയുടെ സൈനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഇത് ഒരു നോണോമിക് കണ്ടക്ടറിൻ്റെ വി ഐ ഗ്രാഫാണ്. ഈ കേസിൽ നമുക്ക് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടല്ല കിട്ടുന്നത്. മില്ലി ആംപിയർ, മൈക്രോ ആംപിയർ ഒക്കെ വൈ ആക്സിസിലും വോൾട്ട് എക്സ് ആക്സിസിലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ദ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ ഡിപ്പെൻഡ്സ് ഓൺ ദ സൈൻ ഓഫ് വി. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് നോട്ട് എ യൂണിവേഴ്സൽ ലോ. ഒരു യൂണിവേഴ്സൽ ലോയല്ല ഓംസ് ലോ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ ചേഞ്ചിനനുസരിച്ച് ഈ റിലേഷൻ does not hold good. Third point is the relation between V and I is not linear. എപ്പോഴും ഇത് ലീനിയർ അല്ല. നമുക്ക് ഈ ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ആ ലീനിയർ പാത്തിൽ നിന്ന് അത് വേരി ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഗാലിയം ആഴ്സനൈഡ് എന്ന മെറ്റീരിയലിൻ്റെ ഒരു ഗ്രാഫാണ്, വി ഐ ഗ്രാഫാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നിന്നും we can see that there is more than one value of V for the same current I. അതായത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ വൺ വാല്യൂ ആയിരിക്കും സെയിം കറൻറ്റിന് ഐക്ക് ഒരു വാല്യൂ വി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. സോ വി ക്യാൻ സേ ദാറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ വി ആൻഡ് ഐ ഈസ് നോട്ട് യൂണിക്. അങ്ങനെ 4 പോയിൻറ്റ്സാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി. വി ഓൾറെഡി നോ rho is equal to resistivity, rho is equal to m by n square tau. So when temperature is increased, average speed of electrons increases and hence number of collisions increases. അങ്ങനെയാണെങ്കിൽ
ആവറേജ് ടൈം ഓഫ് കൊളീഷൻസ് ടോ ഡിക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. ഇത് ജനറൽ കേസാണ്. ഇതിൽ നിന്നും നമുക്ക് ഓരോ കേസസിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, മെറ്റൽസ് ഓർ കണ്ടക്ടേഴ്സ്. ഇൻ എ മെറ്റൽ, നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ. മെറ്റലിൻ്റെ കേസിൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് വോളിയം ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് പ്രത്യേകമായി നമ്മൾ നോട്ട് ചെയ്യേണ്ട സംഗതിയാണ്. സോ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മെറ്റൽസിൻ്റെ കേസിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. ഈക്വേഷനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, റോ m/ne²τയിൽ നിന്ന്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ റിലാക്സേഷൻ ടൈം ഡിക്രീസ് ചെയ്യുകയും ഹെൻസ് റെസിസ്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ദ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി ഓഫ് എ മെറ്റാലിക് കണ്ടക്ടർ ഈസ് given by an equation. The equation is given by rho T is equal to rho 0 into 1 plus alpha into T minus T0. Rho T is the resistivity at a temperature T. Rho 0 is the resistivity at a lower temperature T0. And alpha is called temperature coefficient of resistivity. Conductors-ന്റെ കേസിൽ we can finalize that resistivity increases with temperature. And temperature coefficient of resistivity alpha can be defined as alpha is equal to rho T minus rho 0 divided by rho 0 into T minus T0. Unit of alpha is degree Celsius raised to -1. മെറ്റൽസിൻ്റെ കേസിൽ ആൽഫ ഈസ് പോസിറ്റീവ്. ഒരു മെറ്റൽസിൻ്റെ കേസിൽ ടെമ്പറേച്ചർ റെസിസ്റ്റിവിറ്റി ഗ്രാഫ് ഈസ് ആസ് എ ഷോൺ ഇൻ ഫിഗർ. കോപ്പറിൻ്റെ ഗ്രാഫാണ് നമ്മൾ കണ്ടത്. നെക്സ്റ്റ് ഈസ് അലോയ്സ്. Resistivity of alloys like nichrome, manganese, constantan is almost independent of temperature. Thus, alloys are used to make wire-bound resistors. ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് നമ്മൾ ലാബിലൊക്കെ യൂസ് ചെയ്യുന്ന റെസിസ്റ്റേഴ്സൊക്കെ അലോയ്സ് ഉപയോഗിച്ചാണ്. നിക്രോം വയർ, മംഗാനിൻ വയർ, ഇതൊക്കെയാണ് നമ്മൾ ലാബിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവയുടെ ഗ്രാഫ്, ടെമ്പറേച്ചർ റെസിസ്റ്റിവിറ്റി ഗ്രാഫ്, ഒരു നിക്രോം വയറിൻ്റെ ടെമ്പറേച്ചർ റെസിസ്റ്റിവിറ്റി ഗ്രാഫാണ് നമ്മൾ ഫിഗറിൽ കാണുന്നത്. ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ആസ് എ ഷോൺ ഇൻ ഫിഗർ. നെക്സ്റ്റ്, സെമി കണ്ടക്ടേഴ്സ്. ദ ഇലക്ട്രോൺ ഡെൻസിറ്റി N increases with temperature. Thus, resistivity decreases with temperature and alpha is negative. Temperature resistivity graph ആൽഫ നെഗറ്റീവ് ആയതുകൊണ്ട് ടെമ്പറേച്ചർ റെസിസ്റ്റിവിറ്റി ഗ്രാഫിന് ഒരു നെഗറ്റീവ് സ്ലോപ്പ് ആയിരിക്കും. ഈസ് ആസ് എ ഷോൺ ഇൻ ഫിഗർ. ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി N increases with temperature and resistivity decreases with temperature. നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ്. നമ്മൾ പ്രോബ്ലത്തിൻ്റെ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. ദ റെസിസ്റ്റൻസ് ഓഫ് എ പ്ലാറ്റിനം വയർ ഓഫ് എ പ്ലാറ്റിനം റെസിസ്റ്റൻസ് തെർമോമീറ്റർ അറ്റ് ദ ഐസ് പോയിൻ്റ് ഇസ് 5 ohm and the steam point is 5.39 ohm. When the thermometer is inserted in a hot bath, the resistance of the platinum wire is 5.79 ohm. Calculate the temperature of the bath. നമുക്ക് തന്ന ഡാറ്റയിൽ നിന്ന് we can write R0, value of R0, R100 and RT. സ്റ്റീം പോയിൻറ്റും ഐസ് പോയിൻറ്റും ആയതുകൊണ്ടാണ് നമ്മൾ R0, R100 എന്ന് എഴുതുന്നത്. ഇനി നമ്മൾ പരിചയപ്പെടേണ്ട രണ്ട് ഇക്വേഷൻസ്, നമ്മൾ ഇത്രയും നേരം റോ എന്നുള്ള ഇക്വേഷൻസാണ് പരിചയപ്പെട്ടത്. ഈ രണ്ട് ഇക്വേഷൻസും
നമ്മൾ പരിചയപ്പെടുക. ടിക്കുള്ള ഇക്വേഷൻ ഈസ് RT minus R0 by R100 minus R0 into 100. And RTക്കുള്ള ഇക്വേഷൻ RT is equal to R0 into 1 plus alpha T. Substituting this value, finally we get 345.65 degree Celsius. Okay.